വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. നിലവിലെ വഖഫ് നിയമത്തിൽ 40 ഭേദഗതികൾ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബില്ലിനെ എതിർക്കും. മുസ്ലിം മതസംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും വലിയ എതിർപ്പ് വകവയ്ക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പൂർണ്ണമായും എടുത്തുകളയുകയാണ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഭേദഗതി പ്രകാരം വഖഫ് കൌൺസിലിലും വഖഫ് ബോർഡുകളിലും മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടാകും. വനിതകളെയും അംഗങ്ങളാക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നു. വഖഫ് സ്വത്തുക്കൾ സർക്കാർ കർശന പരിശോധനകൾക്ക് വിധേയമാക്കും. തർക്കഭൂമികൾ പരിശോധിക്കും. ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. വഖഫ് ബോർഡുകൾക്ക് മേൽ സർക്കാർ നിയന്ത്രണം വരുന്നതോടെ ബോർഡുകളുടെ സ്വതന്ത്രവും സ്വയംഭരണവും നഷ്ടമാകും. UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡുകൾക്ക് നൽകിയ കൂടുതൽ അധികാരം എടുത്തുകളയുകയാണ് സർക്കാർ ലക്ഷ്യം. സുതാര്യത കൊണ്ടുവരാനാണ് ഭേദഗതികൾ വഴി ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ബില്ലിന് അവതരണാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ET മുഹമ്മദ് ബഷീർ MP സ്പീക്കർക്ക് നോട്ടീസ് നൽകി. വഖഫ് ബില്ലിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നിലപാട് അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1, ഡൽഹി.